ഹായ് ഫ്രണ്ട്സ്, നമുക്കിതാ കുറച്ച് നല്ല കല്ലുമ്മക്കായ കിട്ടിയിട്ടുണ്ടേ. ഇത് നമുക്ക് ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. ഞങ്ങളിതിന് കടുക്ക എന്നാണ് പറയുക. പല നാട്ടിലും പല പേരിലാണ് ഇവൻ അറിയപ്പെടുന്നത്. എന്നാൽ നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കിയെടുത്തതിന് ശേഷം ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ആദ്യം തന്നെ പറയാം. ഞാനൊരു സിമ്പിൾ ബിരിയാണി റെസിപ്പിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതിനാദ്യം തന്നെ ഞാനിതാ 1.5 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പ് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം കടുക്ക കടലിൽ വരുന്ന സാധനം ആയതുകൊണ്ട് തന്നെ കടലിൽ വളരുന്ന ഇവൻ്റെ ദശകൾക്ക് എപ്പോഴും ഉപ്പിൻ്റെ അംശം ഉണ്ടാവും. അപ്പം നമ്മൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക. ഉപ്പിൻ്റെ അളവൊന്ന് കുറച്ച് തന്നെ ഇടാൻ ശ്രമിക്കുക. എന്നിട്ട് കൈ വെച്ചതാ നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഞാനൊന്ന് വറുത്ത് കോരിയെടുക്കുകയാണ്. അതിനായിട്ട് ഉരുളി ചൂടായതിന് ശേഷം ഞാനിതാ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് എണ്ണയിലേക്ക് വീഴത്തക്ക വിധത്തിൽ ഓരോ ഭാഗത്തേക്ക് ഞാനിതാ ഒന്ന് വിതറിയിട്ട് കൊടുക്കുകയാണ്. എല്ലാ ഭാഗവും കുക്കാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിതറിയിടുന്നത്. അങ്ങനെ എണ്ണ തട്ടുന്ന രീതിയിൽ, ചൂട് തട്ടുന്ന രീതിയിൽ ഞാനൊന്ന് എല്ലാം ഒരുമിച്ച് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടുന്നത്. നിങ്ങൾ കുറേശ്ശെ വറുത്ത് കോരിയാലും കുഴപ്പമില്ല. ഞാൻ എന്തായാലും ഈ ഒരു ട്രിപ്പിൽ തന്നെ എല്ലാം കൂടെ വറുത്തെടുക്കുകയാണ്. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ 2 തണ്ട് കറിവേപ്പില ഞാനിതാ വറുത്ത് കോരുന്നതിൻ്റെ മുമ്പ് തന്നെ ഇട്ട് നന്നായിട്ട് ഈ ഒരു രീതിയിൽ വറുത്താൽ മതി കേട്ടോ. ഓവർ ക്രിസ്പി ആവരുത്, എന്നാൽ കുക്കാവുകയും വേണം. ഈ ഒരു രീതിയിൽ വറുത്ത് കോരിയെടുത്തിട്ട് ഇനി മസാലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാനൊരു 4 തക്കാളി, കുഞ്ഞു തക്കാളി ആണെങ്കിൽ 5 എണ്ണം എടുക്കാം, 4 സവോള, പിന്നെ അതാ 4 ഒരു വലിയ സൈസ് പച്ചമുളക് ആയതുകൊണ്ട് 4 എണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പച്ചമുളകിൻ്റെ സൈസ് അനുസരിച്ച് 5ഓ 6ഓ ഒക്കെ എടുക്കാം. പിന്നെ അതാ ഒരു 3 കഷ്ണം ഇഞ്ചി, ഒരു പിടി വെളുത്തുള്ളി, ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. ഇപ്പം ക്രഷ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ആ വറുത്ത് കോരി വെച്ച ഉരുളിയിൽ എണ്ണയിലേക്ക് തന്നെ ഞാനിതാ ഒരു 2 സ്പൂൺ ഈ ഒരു പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഓവർ പേസ്റ്റ് ആവരുത്, എന്നാൽ ഒന്ന് ക്രഷ് ആവുകയും വേണം. ഈ ഒരു രീതിയിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊന്ന് വഴറ്റിയെടുക്കുകയാണ്. നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത ഓയിൽ ആയതുകൊണ്ടാണ് ആ ഒരു കളറ്. ഇതിലേക്ക് ഞാൻ ഇതാ ഒരു 4 സവോള, വലിയ സവോള അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ 1 കിലോ കല്ലുമ്മക്കായാണ് എടുത്തത്. അതിന് മസാലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ കൂടുതൽ കല്ലുമ്മക്കായ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഈ ഒരു സവാളയുടെയും തക്കാളിയുടെയൊക്കെ അളവ് കൂട്ടാം കേട്ടോ. ഇനി ഞാൻ ഈ സവാള വഴണ്ടി വരാൻ വേണ്ടിയിട്ട് ലേശം ഉപ്പ് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ച് ആവിയിൽ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അരിഞ്ഞ് വെച്ച തക്കാളി, 5 കുഞ്ഞ് തക്കാളിയായിരുന്നു എടുത്തത്. തക്കാളി വലുതാണെങ്കിൽ 4 എണ്ണം മതി കേട്ടോ. ഇത് അരിഞ്ഞ് ഇട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ആവിയിൽ ഞാൻ അടച്ച് വെച്ച് വേവിക്കുന്ന ഈ ഒരു സമയത്ത് മറ്റൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഞാൻ 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഒരു അല്പം ബിരിയാണി മസാല അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടികൾ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ പൊടികൾ ഈ ഒരു എണ്ണയിൽ കിടന്ന് മൂത്ത് വരുമ്പം നമ്മൾ ഈ ഒരു സ്റ്റേജിലെത്തുമ്പം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ മൂപ്പിക്കാൻ. ഞാൻ വേവിച്ച് വെച്ച തക്കാളി ഉള്ളിയുടെ ഈ ഒരു പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു സമയം നമ്മൾ പൊടികളും ഈ ഒരു തക്കാളി ഉള്ളിയും കൂടെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ കല്ലുമ്മക്കായ വൃത്തിയാക്കി കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കളയാൻ വയ്ക്കും. ആ ഒരു വെള്ളം ഞാൻ കളഞ്ഞിട്ടില്ല. ഇതിപ്പോൾ പച്ച കല്ലുമ്മക്കായ ഞാൻ എടുത്തതുകൊണ്ടാണ് ഈ ഒരു കളറ്, പർപ്പിൾ കളറ് വരുന്നത്. നിങ്ങൾ കുക്ക് ചെയ്തിട്ടാണ് കല്ലുമ്മക്കായ വൃത്തിയാക്കുന്നതെങ്കിൽ വൈറ്റ് കളറിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു വെള്ളം കിട്ടും. പച്ച കല്ലുമ്മക്കായ വൃത്തിയാക്കി കഴിഞ്ഞ് നമ്മളൊരു അരിപ്പയിൽ വെക്കുകയാണെങ്കിൽ ഈ ഒരു പർപ്പിൾ കളറിലാണ് കിട്ടുക. അതും കൂടെ ഈ ഒരു മസാലയിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് കൈവച്ച് യോജിപ്പിക്കുക. എല്ലായിടത്തും ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ സമയത്ത് ഞാൻ വറുത്ത് കോരി വെച്ചിരിക്കുന്ന കല്ലുമ്മക്കായും കൂടെ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
ഇനി നമ്മൾ ഈ കല്ലുമ്മക്കായും മസാലയും കൂടെ യോജിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും കല്ലുമ്മക്കായ എത്തുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇപ്പോഴാണ് നമ്മൾ കുറച്ച് ഇലകളും കൂടെ ചേർക്കുന്നുണ്ട്. പുതിനയില, മല്ലിയില, കുറച്ച് കറിവേപ്പില, ഒരല്പം ഞാൻ ചേർക്കുന്നുള്ളൂ. ഇത് മൂന്നും ഈ ഒരു സമയത്ത് ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മളുടെ മസാല ഇപ്പം നമുക്ക് തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് അടച്ച് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ റൈസിനുള്ള പരിപാടിയാണ് നോക്കുന്നത്. അതിനായി ഞാനൊരു കുക്കറിലാണ് റൈസ് ഉണ്ടാക്കുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് റൈസ് ഉണ്ടാക്കാം, വലിയ ടെൻഷനും വേണ്ട. ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് റൈസ് എങ്ങനെയാണ് കുക്കാവുമോ എന്നൊക്കെ ഒരു പേടിയുണ്ടാവും. അപ്പം ഞാനിതാ അളവ് പാത്രത്തിൽ എല്ലാവർക്കും അറിയാമല്ലോ, 2 പാത്രം വെള്ളം, ഒരു പാത്രം അരിക്ക് 2 പാത്രം വെള്ളം എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഇട്ട് സ്പൈസസ് ആയിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇത്രയും ഇട്ടതിന് ശേഷം വെള്ളം തിളച്ച് ഈ ഒരു സ്റ്റേജിൽ ഞാൻ കഴുകി വെച്ചിരിക്കുന്ന അരിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. അരി കഴുകി വാർത്തി വെച്ചിട്ടുണ്ട് ഓൾറെഡി. അത് ഞാനിത് ഈ ഒരു സമയത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഒരല്പം നെയ്യും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള നെയ്യ്, നിങ്ങൾക്ക് നെയ്യിൻ്റെ കൂടെ ഓയിൽ, വെളിച്ചെണ്ണ നിങ്ങൾ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതും കൂടെ ഇട്ട് കൊടുത്താൽ ഈ സമയത്ത് ഓൾറെഡി ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെ ആ ഒരു പേസ്റ്റ് ഒരു സ്പൂൺ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനാണ് ഞാൻ ലേശം അധികം അരച്ച് വെച്ചത്. അതും കൂടെ ഈ ഒരു സമയത്ത് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അല്പം നാരങ്ങ നീരും കൂടെ ഒഴിക്കാം, കാരണം റൈസ് സ്റ്റിക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട്. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഇനി നമ്മൾ ചെയ്യുന്നത് സാധാരണ പോലെ തന്നെ ക്യാരറ്റ്, വറുത്ത് കോരി വെച്ച അണ്ടി, കിസ്മിസ്, പിന്നെ ഉള്ളി, ഇത്രയാണ് നമ്മൾ റൈസിലേക്ക് മാറ്റി വയ്ക്കുന്നത്. എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെയാണ്. അതും കൂടെ ഇട്ട് റൈസ് നന്നായിട്ടൊന്ന് കൈവച്ച് ഈ ഒരു വറുത്ത് കോരി വെച്ചിരിക്കുന്ന അണ്ടിയും കിസ്മിസും ക്യാരറ്റും ഉള്ളിയും ഒക്കെ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഒറ്റ വിസിലിൽ തന്നെ നമ്മുടെ റൈസിൻ്റെ പരിപാടി കഴിയും. ഓവർ ടെൻഷൻ ആവണ്ട. എയറൊക്കെ പോയതിന് ശേഷം കുക്കർ തുറന്നാൽ നല്ല അടിപൊളി കല്ലുമ്മക്കായ ബിരിയാണി. ഞാനിതിൻ്റെ കൂടെ തൈര്, അച്ചാർ, പിന്നെ ഒരു മിൻറ്റ്